ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സെപ്റ്റംബറിൽ പുനരാരംഭിക്കുമെന്ന് ഗെയിൽ CMD BC ത്രിപാഠി. തദ്ദേശീയരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ത്രിപാഠി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, JP നദ്ദ എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി 18 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗെയിൽ CMD BC ത്രിപാഠി പറഞ്ഞു. സെപ്റ്റംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. ഭൂമി ഏറ്റെടുക്കൽ മാത്രമാണ് പദ്ധതിക്ക് മുന്നിലെ നിലവിലെ പ്രശ്നമെന്നും പുതിയ സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും ത്രിപാഠി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ മൊത്തം സാമ്പത്തിക അവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്ക അകറ്റുമെന്നും ഗെയിൽ CMD അറിയിച്ചു. Per se, we are not acquiring the land. We are only acquiring right of use. The land will be given back to the farmer. They can do their all agriculture activity as usual. We will only be using the land temporarily for laying the pipeline. After that, the land will be given back to them for the agriculture purpose. അതേസമയം ദില്ലിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാത വികസനം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ എയിംസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിച്ചു. റിപ്പോർട്ടർ, ദില്ലി.